അമ്മ താൻ അനുവർത്തിച്ച് എങ്ങനെയാണോ അസാധ്യമായ ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ഉദരത്തിൽ മാംസമാക്കിയത്, അതേ ഇക്വേഷൻ, അതേ ഫോർമുല അമ്മ ജനങ്ങളോട് പറയും. എന്താണ്? ഞാൻ ഇങ്ങനെയാണ് ഈശോൻ്റെ ഉദരത്തിലെ വചനത്തെ ഗർഭം ധരിച്ച് മാംസമാക്കിയതെങ്കിലേ സന്നിഗ്ധമായ അവസ്ഥയിൽ ദൈവത്തെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് ഒറ്റ കാര്യം അത്രയേ ഉള്ളൂ. എന്നെപ്പോലെ നിങ്ങളും ദൈവത്തിൻ്റെ വചനം അവൻ പറയണത് പോലെ ചെയ്താലും മതി. നമ്മൾ ഉടമ്പടി ചെയ്യണത് അതാണ്. നമ്മുടെ വിഷയങ്ങളെ സാധ്യമാക്കുന്നതിന് വേണ്ടി, ഒന്നും അസാധ്യമല്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടി മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ അപ്ലിക്കേറ്റ് ചെയ്യണത്. അതെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നു. ഇതാ കർത്താവിന് ദാസി നിൻ്റെ അപ്പോൾ വചനമാണ് പ്രശ്നം. വചനത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വചനത്തെ എങ്ങനെയാണ് ഈശോയാക്കി കൈയും കാലും വെച്ച് അതവസാനം നിത്യതയുടെ ദൈവത്തിൻ്റെ പദ്ധതിയാക്കി മാറ്റിയത്, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? നമ്മുടെ കോമ്പറ്റൻസി വർദ്ധിപ്പിക്കും, അല്ലേ? കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാനോ ദൈവത്തിന് മുഖത്ത് നോക്കാനോ ദൈവത്തിൻ്റെ വാക്ക് കർത്താവിന് നാമം വൃഥാ പ്രയോഗിക്കരുതെന്ന് പോലും നമ്മുടെ പ്രമാണത്തിലുണ്ട്. ആ പ്രമാണം കാലഹരണപ്പെട്ടിട്ടില്ല, അല്ലേ? കർത്താവിന് നാമം വൃഥാ 10 കൽപ്പനയിൽ ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിന് നാമം പോലും പ്രയോഗിക്കുന്നത് ഭയപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്, ഈശോനോട് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുന്ന ആരിലൂടെയാണ് നമ്മൾ ചെയ്യണത്? അതിന് നമ്മൾ ചെയ്യുന്ന ആ ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത കൈവരിക്കുന്നത് എങ്ങനെയാണ്? കോമ്പറ്റൻസിയിലൂടെയാണ്. കോമ്പറ്റൻസി എന്താണ്? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ ഈ 3 മാസം കൊണ്ട് നമ്മൾ ഒരുക്കും. ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ ഒരുക്കും. അതെങ്ങനെ നമ്മൾ ഒരുക്കണത്? അത് 3 പോയിന്റിലൂടെ നമ്മൾ ഒരുക്കണത്, കോമ്പറ്റൻസി വർദ്ധിപ്പിക്കണത്. ചില ആൾക്കാരുടെ ഉടമ്പടി ഇപ്പോഴും കത്താതെ എന്താണെന്നറിയാമോ? നിങ്ങളുടെ കോമ്പറ്റൻസി ഇല്ലാത്ത കാരണം ഇപ്പോഴും ഉടമ്പടിയായ ദൈവം അംഗീകരിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ചില ആൾക്കാരുടെ ഉടമ്പടി കത്താത്ത എന്താ കാര്യം? നിങ്ങളിപ്പോഴും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ദൈവം കണ്ടിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടിയുടെ കവനൻ്റ് കോമ്പറ്റൻസി ഉണ്ട്. കവനൻ്റ് കോമ്പറ്റൻസിയിൽ 3 പോയിൻറ്റുകളുണ്ട്. ഈ 3 പോയിൻറ്റും വൃത്തിയായിട്ട് ചെയ്താൽ നമ്മൾ കോമ്പറ്റൻ്റായി. എന്താണ്? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറി. ഒന്നാമത്തത് എന്താണ്? അനുദപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. അതാണ് സംഭവം. ഒന്നാമത്തത് നമ്മൾ ആദ്യമായി ഈ ഭാഗം നമ്മൾ ചെയ്തില്ലെങ്കിൽ ബാക്കി രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പലർക്കും ഉടമ്പടി വന്നിരിക്കുന്ന ഒരു ചെറിയ പരാജയം അതാണ്. ഈ ഭാഗം നമ്മൾ ചെയ്ത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴേ നമ്മുടെ അനുതാപം എന്ന് പറയണത് സുവിശേഷ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുതാപമാണ്. ലോകത്തിൽ പലതരം അനുതാപങ്ങളുണ്ട്. ഞാനതിൽ ഖേദിക്കുന്നു എന്നൊക്കെ മന്ത്രിമാർ പറയത്തില്ലേ? അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ആ ഖേദമൊന്നും അനുതാപമല്ല. സുവിശേഷവിഹിതമായ രക്ഷാകരമായ അനുതാപം. അനുതാപം 2 തരമുണ്ട്. കേവല അനുതാപമുണ്ട്, മാനുഷിക അനുതാപം ഉണ്ട്. പക്ഷേ രക്ഷാകരമായ അനുതാപമുണ്ട്. രക്ഷാകരമായ അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് നിമിത്തം നമുക്കുണ്ടാകുന്ന അനുതാപം. സുവിശേഷം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയുന്നു. ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോൾ നമ്മുടെ ചില ചെയ്തികളെക്കുറിച്ച് നമ്മൾക്ക് അനുതാപം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിന് ധ്യാനം എപ്പോഴും കൂടണം. എപ്പോഴും നിങ്ങൾ സുവിശേഷത്തിൻ്റെ വായിക്കണമെന്നൊക്കെ അച്ഛൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, രക്ഷാകരമായ അനുതാപം എന്നിൽ ജനിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ യോഗ്യതയുള്ള വ്യക്തിയായി മാറുന്നതിനായി കർത്താവേ, സുവിശേഷവിഹിതമായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. മഹത്വം മഹത്വം
കവനന്റ് കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ദൈവത്തോട് ചെയ്യാനുള്ള യോഗ്യത. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്താണ്? അനുദപിക്കുക, വിശ്വസിക്കുക. ഇനി നമ്മളെ യോഗ്യമാക്കുന്ന ഒരു ഉത്തമ ഉടമ്പടി പങ്കാളിയായി മാറ്റുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാവോ? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് അതിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അവൻ പറയണവർ ചെയ്യുക. നമ്മൾ അതിൻ്റെ പേരിലാണ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. Popeyes India. Food delivery. Install it now. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കാരുണ്യമുണ്ടാകും. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കരുണയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങളും, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ എല്ലാ തരത്തിലുള്ള മനുഷ്യോപകാര പ്രവർത്തനങ്ങളെന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ മരങ്ങളെല്ലാം നമ്മൾ ഈ കെട്ടിടം എന്താണ് ഇവിടെ വന്നിരിക്കണത്? ഈ കെട്ടിടം എന്താ ഇവിടെ? ഈ കെട്ടിടം കല്ലിട്ടത് അവിടെയാണ്. അപ്പം ഞങ്ങൾ കെട്ടിടം പണിയാൻ വേണ്ടി വന്നപ്പോൾ അവിടെ 2 മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മരം വെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം മരമില്ലാത്ത സ്ഥലത്തേക്ക് കെട്ടിടം മാറ്റിയതിനെ കണ്ടത്. 2 മരത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഭംഗിയായിട്ട് ഈ കെട്ടിടം കാണാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഭംഗിയായിട്ട് ആൾക്കാരെ കാണിക്കുകയല്ല പ്രശ്നം. ഇവിടെ ജീവജാലങ്ങൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ഒരു പൊതു പ്രകൃതിയുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്, വായുവുണ്ട്, മരങ്ങളുണ്ട്. ഈ മുളയുടെ 2 കഷ്ണങ്ങൾ വെട്ടിയതിന് ഞാനിവിടെ വന്ന് കോൺട്രാക്ടറുമായിട്ട് ഒരു ദിവസം മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ടും അവരത് വെട്ടി. കാര്യം അതിൻ്റെ അകത്ത് മുള കാറ്റത്ത് ആടിക്കൊണ്ട് നമ്മുടെ പല അലുമിനിയം ഷീറ്റുകളെ തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഇത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സാക്ഷ്യമാണത്. കാര്യം നമുക്ക് വെറുതെ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു ഗൾഫ് രാജ്യങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഞാൻ ഒരു 10-100 കിലോമീറ്റർ ഈ എണ്ണപ്പാടത്തിലൂടെ പോയി. അപ്പം ഞാനവിടെ ദൈവമേ കേരളം എന്ത് മനോഹരമാണെന്ന്. ഖത്തറിൽ ചെന്നപ്പോൾ അത് വേറൊരു രാജ്യമാണ്. ഖത്തറിൻ്റെ വിമാനത്താവളത്തിനകത്ത് അവർ വനം വെച്ച് പിടിപ്പിക്കുകയാണ്. വിമാനത്താവളത്തിനകത്ത് അതെന്ത് കോടികൾ മുടക്കിയാണ് ആ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു പച്ചപ്പില്ലാത്തതിന് എന്തുമാത്രം വിഷമിക്കണമെന്നാണ്. അപ്പം നമുക്ക് ഉള്ള സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നത് ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന മാത്രമല്ല, മാനസാന്തരത്തിൻ്റെ ഒരു ഇക്കോളജിയുമായിട്ട് കുറേ ബന്ധമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങളും വളരാനും പുലരാനും അനുവദിക്കുന്നു. നമുക്ക് ദോഷം ഉണ്ടാകുന്ന ജീവജാലങ്ങളെ കുറിച്ചല്ല. ഇപ്പോൾ പാമ്പിനൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറ്റി വെക്കുന്ന കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൊത്തി ചത്തുപോകും നമ്മൾ. അതിനൊക്കെ നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിവേകമുള്ളവരായിരിക്കണമെന്ന്. സർപ്പങ്ങളെപ്പോലെ
വിവേകമുള്ളവരായിരിക്കണം. വിവേകം കാണിക്കേണ്ടി വരും ആ കാര്യത്തിൽ. അപ്പം പ്രകൃതി സ്നേഹം കാരണം വിവേകം പോകരുത്. അതൊരു പ്രാക്ടിക്കൽ പ്രൂഡൻസാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അവൻ പറയണത് പോലെ ചെയ്തു വരുമ്പോഴേ സ്വാഭാവികമായിട്ട് മനുഷ്യൻ മാത്രമല്ല അവിടെ ആ ചെയ്യത്തിലുള്ളത്, പ്രകൃതിയും പരിസരങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ, ഇവിടുത്തെ എയർ ഇത്തിരി കട്ടിയാണ്. പക്ഷേ ഇടുക്കി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ കാട്ടിൽ പോകും. എന്തിനാണെന്ന് അറിയാം, നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ദിവസം മുഴുവനും കാട്ടിലൂടെ ഞാനും സണ്ണിയും കൂടി വെറുതെ സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാറിൻ്റെ ഡോറ് തുറന്നിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ പ്രാണവായു എന്ന്. അപ്പോൾ പ്രാണവായുവിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങൾക്ക് ചുറ്റും നമ്മൾ ജനിപ്പിക്കണം. ഇതുപോലെ ഓക്സിജൻ കൊടുക്കുന്ന പേരാല് അത് മരിക്കാൻ പോയിട്ട് അതിനെ രാത്രി പൊക്കിയെടുത്ത് ചീഞ്ഞ ഭാഗം വെട്ടിയിട്ട് പിന്നെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഓക്സിജൻ കൊടുക്കുന്നതാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരങ്ങളും എല്ലാവർക്കും സൗഹൃദമായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന നിലപാടുകളും സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷീകരണത്തിൻ്റെ ഭാഗമാണ് എല്ലാം. ഇപ്പോൾ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. അവൻ പറയണത് പോലെ ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദീനാനുകമ്പയോടുകൂടി മനുഷ്യനോട് പെരുമാറുമ്പോൾ തന്നെ സർവ്വജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായു ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവമേ, അവൻ പറയണത് പോലെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രകൃതിയും പരിസരവും രോഗാതുരമാകുമ്പോൾ മനുഷ്യരാശിക്ക് വേണ്ടി ദൈവത്തിന്റെ സൃഷ്ടിയെ സംരക്ഷിക്കാനുള്ള വിശേഷവിഹിതമായ പ്രതിബദ്ധതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ നമ്മളെ രണ്ടാമത്തെ വിഷയം കോമ്പറ്റൻസിയുടെ വിഷയമാണ്. അതായത് ഉടമ്പടിക്ക് യോഗ്യമായ ഉടമ്പടി പങ്കാളി എന്ന് പറയണത്, ഒന്ന് അനുദപിക്കുക, സുവിശേഷം വിശ്വസിക്കുക. രണ്ടാമത്തെ എന്താണ്, അവൻ പറയണത് പോലെ ചെയ്യുക. അതെന്താണ്, ദിനാനുകമ്പയും അതുപോലെ തന്നെ नहीं समझे? Jio Mart Wow and Now sale 21st to 26 Jan. Great savings on groceries delivered quick. Download the app now. എന്തു പറ്റി? ഇത് ബേൺഡ് ടങ് ആണ്, ബേണിംഗ് ടങ് അല്ല. ബേണിംഗ് ടങ് ഒരു ഡിസീസ് ആണ്. ബേൺഡ് ടങ് എന്നാൽ നാവ് പൊള്ളി എന്നാണ് അർത്ഥം. എനിക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല. AI ടീച്ചേഴ്സിനെ ഒന്നും ട്രൈ ചെയ്തില്ലേ? അതിനൊക്കെ നല്ല ചെലവാകില്ലേ? ഒട്ടുമല്ല. എല്ലാത്തിനേക്കാളും 7 മടങ്ങ് ചീപ്പ് ആയതുകൊണ്ടാണ് 50 ലക്ഷത്തിലധികം പേർ ഇന്ന് മൈസിവിയിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ടൈം കിട്ടാറില്ല. ദിവസവും 10 മുതൽ 20 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്താൽ മതി. കോൺഫിഡന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാം. എങ്ങനെയാ ജോയിൻ ചെയ്യേണ്ടത്? ഇൻസ്റ്റാൾ ബട്ടൺ ടാപ്പ് ചെയ്യൂ, സൈൻ അപ്പ് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങും. വെറും 15 ദിവസത്തിൽ തന്നെ ഇംപ്രൂവ്മെന്റ് കാണാം. സ്റ്റാർട്ട് നൗ. മനുഷ്യനോടുള്ള പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയുമാണ്. അത് ദൈവികമായ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും ഉടമ്പടി കാലങ്ങളിൽ. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താണ്? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലായില്ലേ? അതാണ് നമ്മൾ 28 പത്രം കൃപാസനത്തിനുള്ള വിവിധ ഭാഷകളിൽ. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം.
കൃപാസനത്തിൽ എല്ലാ തരത്തിലുള്ള ഭാഷകൾ. പപ്പുവ ഗിനിയിൽ കുറച്ച് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കും അവിടെ നിന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എങ്കിലും അവർക്ക് വേണ്ടി ഒരു പത്രം ഇറക്കാമെന്ന്. അതെന്താ കാര്യം? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. നിങ്ങളിപ്പോൾ കൃപാസന മാതാവിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാതാവിനെ ഒരു കൊമേഴ്സ്യൽ ഐക്കണായിട്ടല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്, മറിച്ച് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പാലമായിട്ട് വേണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണത്. മാതാവിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ക്രിസ്തുവിലേക്ക് മനുഷ്യരാശിക്ക് എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന ഒരു പാലമാണ് അമ്മ. എളുപ്പത്തിൽ ഷോർട്ട് കട്ടാണ്. മരിയൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്. മരിയനെപ്പോലെ ഷോർട്ട് കട്ട് ആരുമില്ല. മരിയനെപ്പോലെ അത്ര ഏത് ആംഗിളിലും 365 ഡിഗ്രി ചെരിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളാണ്. 360 ഡിഗ്രി തെക്ക് ഇടക്കും വലത്തും എല്ലാം ചെരിഞ്ഞ് പ്രവർത്തിക്കും. ഒരു യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെ, പരിമിതികളില്ലാതെ. അത് പരിമിതികളില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ മറിയം തമ്പുരാൻ്റെ അമ്മയെ പാപികളാണെങ്കിലും ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞങ്ങൾ മാനസാന്തരപ്പെട്ട് വരാൻ സമയമെടുക്കും. കുടുംബത്തിൻ്റെ സാഹചര്യം അതാണ്. മാനസാന്തരപ്പെട്ടാലും അത് നടപ്പിൽ വരുത്തണമെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് അക്കാലങ്ങളിലെല്ലാം എൻ്റെ അവസ്ഥ വളരെ പരിതാപ, എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ഒരു കാത്തലിക് ഫാമിലിയിൽ ജനിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞങ്ങൾ CSIക്കാരാണല്ലോ, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്, അച്ഛൻ ഞങ്ങളെ ഒഴിവാക്കിയ. അങ്ങനെ ഒഴിവാക്കിയല്ല. അതായത് അമ്മയോട് നിങ്ങൾക്കിപ്പോൾ ഓർത്തഡോക്സുകാർക്കും പ്രത്യേകിച്ച് അതുപോലെ തന്നെ യാക്കോബീസ് അവർക്കെല്ലാം അമ്മയോട് നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. നമ്മളുടെ ബന്ധമെന്ന് പറയണത് ഈ വളരെ ഇമോഷണലായിട്ടുള്ള ഒരു അമീക്കബിളായിട്ടുള്ള ബന്ധമാണ്. ഈ ബന്ധത്തെ നമ്മൾ ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിൽ വളരാൻ വേണ്ടിയാണ്. നിങ്ങളോർക്കും മാതാവിൻ്റെ പെരുന്നാൾ നടത്തുന്നു, മാതാവിനെ തൊട്ടുമുത്തുന്നു, ഇത് വിഗ്രഹാരാധനയല്ല. ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ, ദൈവത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവൻ, അനുഭവത്തിൻ്റെ ആത്മീയ പാരമ്പര്യമില്ലാത്തവൻ, ഇന്നലെ മുളച്ച് ചില ആശയങ്ങളും കൊണ്ട് തലയിൽ ചുവന്നുണ്ടാക്കുന്നവന് എന്തും പറയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദൈവത്തിനറിയാം നമ്മൾ എന്താണ് ചെയ്യണമെന്ന്. എന്താണ്? ദൈവത്തിന് കൊടുക്കാനുള്ള സ്നേഹം വ്യത്യസ്തമായ രീതികളിൽ നമ്മൾ ദൈവത്തോട് പ്രകടിപ്പിക്കുന്നതാണ്. വ്യത്യസ്തമായ രീതികളിൽ. അപ്പം അതിൻ്റെ പിന്നിലെല്ലാം ഉള്ളത് എന്താണ്? ദൈവത്തോടുള്ള വല്ലാത്ത സ്നേഹമാണ്. ഈ ദൈവത്തോടുള്ള ശരിക്കും പറഞ്ഞാൽ അമ്മ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു കാരണം എന്ന് നിങ്ങൾക്കറിയാമോ? അതെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിപ്പോൾ തന്നെ 2 പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട്. ഒരു പ്രത്യക്ഷീകരണം ഈജിപ്തിൽ വെച്ചാണ് നടന്നത്. അത് അമ്മ രാത്രി 2 മണിക്ക് വന്ന് 4 വിരലുകൾ എൻ്റെ വായിലിട്ട് ഞാൻ എല്ലാ ഇടക്കും തന്നെ ധ്യാനത്തിൽ പറയും. പക്ഷേ അത് ഞാനെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. അമ്മ എന്തുകൊണ്ട് രാത്രി വന്നത്, എന്തുകൊണ്ട് എൻ്റെ വിരലിട്ടത്. അത് ഞാൻ എന്നിട്ട് അത് വചനം തുറന്നു നോക്കിയപ്പോൾ പറഞ്ഞു, നിൻ്റെ പ്രസംഗങ്ങളെ ഞാൻ അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്നൊക്കെ മനസ്സിലായി. അന്ന് മുതലാണ് 2010 മുതലാണ് കൃപാസനം വേറെ രീതിയിൽ ഇളകി ഉയരാൻ തുടങ്ങിയത്. ആ അന്നത്തെ ഒരു ഇൻസിഡൻ്റാണ്. പക്ഷെ അതിന് കാരണം എന്താ? അതിൻ്റെ കാരണം ഞാൻ നോക്കിയിട്ട് ഒരു കാരണമേ ഉള്ളൂ. 10 ദിവസം ഞാൻ ആ ഈശോൻ്റെ നാട്ടിലുണ്ടായിരുന്നു, ഇസ്രയേലിൽ. അപ്പോൾ ആ സമയത്തെല്ലാം ഈശോൻ്റെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഞാൻ മുട്ടി നിൽക്കും. ഈശോനെ വിധിച്ച സ്ഥലം, ഈശോ നടന്ന സ്ഥലമൊക്കെ ചെല്ലുമ്പോൾ ഞാൻ മിണ്ടത്തില്ല, എൻ്റെ കണ്ണൊക്കെ നിറയും. ആരോടും ഞാൻ സംസാരിക്കത്തില്ല. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ മുട്ടി നിൽക്കും. പക്ഷെ നിലം ചുംബിക്കും. പിന്നെ ഞാൻ ഈ നസ്രത്തിൽ പോയി. നസ്രത്തിൽ അമ്മയടുത്ത് പോയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മയുടെ അടുക്കള ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ്. എൻ്റെ അമ്മ ഞാനെല്ലാം പിന്നെ ഓരോരുത്തരും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് ഓടി. എനിക്കിൻ്റെ ഓരോരുത്തരും പോകണ്ട കാര്യം അമ്മ അവിടെ. അപ്പം നോക്കിയാൽ പുരാതനമായ ആ നക്ഷത്രം വലിയൊരു ദേവാലയമാണ്. അതിൻ്റെ അകത്താണ് ഒരു സ്ഥലത്താണ് അമ്മയുടെ വീടുണ്ടായിരുന്നത്. അവിടെയാണ് അടുക്കള. ആ അടുക്കളയും അമ്മ വെള്ളം കോരിയ കിണറും ഒക്കെ കുഞ്ഞു കിണറാണ്, കുറേ ആഴമുണ്ട്. അവിടെ എല്ലാം ഗ്രില്ല് ചെയ്തിരിക്കുന്നതാണ്. അമ്മയുടെ അടുപ്പൊക്കെ കണ്ട അവിടെ പുരാതനമായ. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വേറെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഇത് അവിടെ കാണണം ഇവിടെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ 3 കൊന്തയില്ല അവിടെ ഇരുന്ന്. ആ അടുക്കള ഇരുന്ന് അമ്മ ഈശോയ്ക്ക് കുപ്പൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത സ്ഥലമാണത്.
ചപ്പാത്തിയൊക്കെ ഉണ്ടായിക്കൊടുത്ത സ്ഥലമാണ്. അപ്പം അമ്മ എന്തുമാത്രം സങ്കീർത്തനം പാടിയിട്ടായിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തിരിക്കണത്. അപ്പം ഈശോയും അവിടെ ജീവിച്ച സ്ഥലമാണ്. അപ്പം ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ഒരു 3 കൊന്ത ചെല്ലി. അപ്പം ഞാൻ ഓക്കെ ആയി. 3 കൊന്ത ജപമാല അവിടെ ചെല്ലി. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ 10 ദിവസം ഉണ്ടായി. 10 ദിവസവും ഞാൻ ആരോടും സംസാരിക്കാതെ ജപമാല ചൊല്ലി ദൈവത്തിൻ്റെ രക്ഷാകരമായ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളെല്ലാം കണ്ട് അവിടെ ആരാധിച്ചു വന്നിച്ചു. അവസാനം ഗെത്സമനി പോയി. ഗെത്സമനി പോയപ്പോൾ പയ്യപ്പള്ളി അച്ഛനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പയ്യപ്പള്ളി അച്ഛൻ ഞാനിവിടെ കുർബാന ചൊല്ലുകയാണ്. എന്നിട്ട് പയ്യപ്പള്ളി അച്ഛൻ കുർബാന കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ സൈഡ് കൊടുക്ക്, ഞാൻ ഈ സൈഡ് കൊടുക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ ആ സൈഡ് കൊടുത്ത് പിന്നെ പക്ഷേ ഞാൻ പോയില്ല. എനിക്ക് വേറൊരു സൂത്രം ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ്? ഈശോ മുട്ടുകുത്തിയ ഗെത്സമനിൽ മുട്ടുകുത്തിയ സ്ഥലം ഈ ബലിപീഠത്തിൻ്റെ ഫ്രണ്ടിലാണ്. അവരവിടെ പിച്ചളം വെയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പട്ടാളക്കാരനെ ഒരാൾ നിൽപ്പുണ്ട് അവിടെ സൂക്ഷിക്കാൻ വേണ്ടി. അയാൾ അങ്ങോട്ട് തിരിഞ്ഞ സ്ഥലത്ത് ഞാൻ ആ കുർബാന ഉടുപ്പുമായിട്ട് ചാടി ഇതിനകത്ത് വീണു. എന്നിട്ട് ഞാൻ ഒരു നിമിഷം മുട്ടയത്, എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ശരി ഒരു നിമിഷം മുട്ടയെന്ന്. എന്താണ്? കർത്താവ് അന്ത്യവിനാഴികയും മുട്ടുകുത്തിയൊരു സ്ഥലമാണ്. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് വൈകാരികമായിട്ടാണ് സ്നേഹിക്കുന്നത്, ബുദ്ധിപരമായിട്ടല്ല. Anyone following the Ranji matches? Huh? Who, Raju? Kirti's friends couldn't keep up with her craze for cricket, so she reached out to Facebook. Shouldn't the league format change? Oof, such amazing people. Hating on Test cricket? No way. I can't find Eastern Division scores. Wait, I know someone. And then Kirti ended up finding people just like her. Get more into what you're into. Facebook. क्या आपको लगता है कि आपकी इंट्राडे ट्रेडिंग से कुछ मिसिंग है? मोर पावर, बेटर रिस्क मैनेजमेंट या फास्ट एग्जीक्यूशन? अगर हाँ तो डाउनलोड ग्रो, क्योंकि यहाँ मिलता है 1500 प्लस स्टॉक्स पे 5x लेवरेज। मतलब कम पैसों में मैं ज़्यादा स्टॉक्स ले सकता हूँ। और हाँ, स्टॉप लॉस भी बड़ी इजीली लगाता हूँ ताकि सही पॉइंट पे मेरा ट्रेड ऑटोमेटिकली क्लोज हो जाए। मतलब कंट्रोल पूरा मेरे हाथ में। और बेस्ट पार्ट, मार्केट में बाय करना हो या सेल, सब कुछ हो जाता है सिर्फ एक टैप। तो आप भी अपनी ट्रेडिंग को पावरफुल बनाओ विद इंट्राडे ऑन ग्रो। डाउनलोड नाउ। Investment in securities market are subject to market risks. Read all the related documents carefully before investing. അങ്ങനെ വൈകാരികമായ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സംഭവിക്കുന്ന വിഷയമാണ് ഈ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതൊന്നല്ല, ഒരു 9 പ്രാവശ്യം പ്രത്യക്ഷപ്പെടണമെങ്കിലും ദൈവത്തിനൊരു പിശുക്കുമില്ല. എന്താണ്? നീ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ദൈവത്തിന് തോന്നിയാൽ മതി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇതുപോലെ തന്നെയാണ് വചനം. അപ്പം നിങ്ങളെ പറഞ്ഞ മൂന്നാമത്തെ കോമ്പറ്റൻസിയുടെ കവനൻ്റ് കോമ്പറ്റൻസി, അതായത് യോഗ്യമായ ഉടമ്പടി പങ്കാളിയുടെ മൂന്നാമത്തെ കാര്യം എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോയി സുവിശേഷം. ഈ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ സുവിശേഷം കൈമാറുന്നതിനേക്കാൾ വലിയ കാര്യമാണ് നിങ്ങളീ കൈമാറുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. അതാണ് വിഷയം. അവിടെയാണ് വിഷയം വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവിനോടുള്ള സ്നേഹത്താലാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. ഇതിന്
ഒരു മെൽട്ടിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. മെൽട്ടിങ് കഴിഞ്ഞ ദിവസങ്ങളിലെ മെൽട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുക്കം, വചന ഉരുക്കം. അതായത് നിങ്ങൾ ദൈവസ്നേഹം കൂടിക്കഴിയുമ്പോൾ വചന ഉരുക്കം സംഭവിക്കും. വചന ഉരുക്കം എല്ലാ വചനവും ഉരുകാനുള്ളതാണ്. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മൾ ഐസ് നമ്മൾ ചില കുഞ്ഞുങ്ങൾ ഐസ് മിഠായി കഴിക്കുമ്പോൾ അവർക്ക് കുറേ അങ്ങനെ ചീമ്പിക്കൊണ്ടൊക്കെ ഇരുന്നിട്ട് കുറേ പിള്ളേർക്ക് ക്ഷമ ഉണ്ടാകത്തില്ല. അവർ കടിച്ചിട്ട് ഐസ് അതേപടി വിഴുങ്ങും. ഒരു ഗുണമുണ്ട് ഇല്ല. അത് നാവിലരിഞ്ഞ് മധുരമായി തന്നെയാണ് നമ്മളതിനെ ആസ്വദിക്കുന്നത്. ഇതുപോലെ വചനത്തിന് ഇതുപോലെ ഒരു വചന മെൽട്ടിങ് എന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ വചനം അതിൽ മുഴുവനും ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് നമ്മുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പ്രത്യേകിച്ച് സ്നേഹം കൊണ്ട് വചനം മെൽട്ടാകും. നിങ്ങളുടെ ഈ വചനം ഓപ്പൺ ചെയ്ത് കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വചനം നിങ്ങളെ മെൽട്ടായി. ഇപ്പം നമ്മൾ മുട്ട വിരിയണമെങ്കിൽ എന്ത് ചെയ്യണം? തള്ളക്കോഴിയുടെ ചൂട് വേണം. മഞ്ഞുരുകണമെങ്കിൽ എന്ത് വേണം? സൂര്യൻ്റെ വെയിൽ വേണം. വചനം ഉരുകണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൻ്റെ ചൂട് വേണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സഞ്ചാരി മാതാവേ, പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ എല്ലാ ഈ ഉടമ്പടി പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഫലം കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താ? മക്കൾ ചെയ്യുന്നതെല്ലാം ദൈവസ്നേഹത്തോടെ ആകണം. അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ പറയുന്ന പോലെ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യാൻ താമസിക്കും. അവൻ പറയുന്ന പോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ചെയ്യും, പക്ഷേ അത് സാങ്കേതികമാണ്, ടെക്നിക്കലായിട്ടാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, ഇപ്പോൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞാലും നിങ്ങൾ ഒരു പത്രമാണ് ഒരു ദിവസം കൊടുത്തതെങ്കിലും അത് ദൈവസ്നേഹത്തോടെ കൊടുക്കണം. 50 പത്രം ദൈവസ്നേഹമില്ല കൊടുക്കുന്നതിനേക്കാൾ വിലയാണ് ഒരു പത്രം ദൈവസ്നേഹത്തോടെ കൊടുക്കുന്നത്, ഇല്ലേ? അതുകൊണ്ട് അപ്പോഴാണ് വചനം മെൽറ്റാകണത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞായിരുന്നേ, എന്താ പറഞ്ഞത്? എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് വായിച്ചു നോക്കിയേ, എടുത്ത് വായിച്ചേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ.
യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇതാണ് വിഷയം. എല്ലാ വെളിപാടുകളും എന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞ എന്നെ എന്ന് ഏറ്റവും പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇതിനൊരു ഭയങ്കര ടെക്നിക്കുണ്ട്. കാര്യം ആരെ വെളിപ്പെടുത്തും? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആരെയാണ് നമുക്ക് വെളിപ്പെട്ട് കിട്ടണത്? ഈശോനെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഈശോ എന്ന് പറയുന്നത് ആരാണ്? സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ്, അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിയുടെ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. 2 കൊരിന്തോസ് 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പോഴേ മനുഷ്യൻ രക്ഷപ്പെടും. നിനക്ക് ജോലിയില്ല, വീടില്ല, വിവാഹമൊക്കണില്ല, ജപ്തി നടപടിയാണ്, നിൻ്റെ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുമ്പോഴേ ഇതെല്ലാം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് വാഗ്ദാനത്തിൻ്റെ രൂപത്തിലാണ്, അല്ലേ? നമ്മുടെ ഇല്ലായ്മകളെല്ലാം ദൈവം നമുക്ക് തരുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോമിസാണ്, വാഗ്ദാനമാണ്. എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ഈശോനെ ഉടമ്പടി ജീവിച്ചുകൊണ്ട് ഈശോനെ സ്നേഹിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? സകല വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും ഈശോയാണ് പരിഹാരമായതുകൊണ്ട് തന്നെ ആ ദൈവസ്നേഹത്താലാണ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നത്. അതിന് മധ്യസ്ഥയാണ്, മാതൃകയാണ് പരിശുദ്ധ അമ്മ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ഹല്ലേലൂയ 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 ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. അച്ഛൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വചന ഉരുക്കം. വചനം ഉരുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വചനത്തെ ഉരുക്കണമെങ്കിൽ ആ വചനത്തിലൂടെ വെളിപാട് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിലൂടെ നമുക്ക് ജീവിത പ്രശ്ന പരിഹാരം കാണണമെന്ന് എന്ത് ചെയ്യണം? ദൈവസ്നേഹം കൊണ്ടാണ് വചനത്തെ നമ്മൾ ഉരുക്കണത്. ഇത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു യേശുസ്തോത്രം എന്ന് പറയണ അല്ല വിഷയം. നമ്മളെ സംബന്ധിച്ച് ഉടമ്പടി ചൊല്ലലല്ല, പിന്നെ എന്താണ്? ചെയ്യലാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് വീട്ടിൽ താമസിച്ചാണ് എത്തണത് ചോദിക്കുക. ഇപ്പം ഇതിൻ്റെ തന്നെ എത്ര പേര് കഞ്ഞി കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ ഇവിടെ വന്ന് കുതിരിപ്പുണ്ടാകും. ഇനി നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെയുള്ള ചായക്കട മുഴുവനുള്ള ഭക്ഷണം തീർന്നിരിക്കും. നിങ്ങൾ പട്ടിണിയായിരിക്കും ഇതിൻ്റെ കയറാൻ പോണത്. വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കഴിച്ച് കാണും. നിങ്ങൾ കഴിച്ചത് കാണുമെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഉള്ളത് എടുത്ത് കഴിച്ച് കാണാം. അതിലൂടെ എല്ലാത്തിനും ഒരു തീരുമാനമാകും. അപ്പോഴും പറയും അപ്പോൾ എവിടെയെങ്കിലും കേട്ടെ, എവിടെ മഴ കിടക്കട്ടെ, വല്ല വെള്ളം കുടിച്ച് കിടക്കട്ടെ, ഒരു ദിവസം ഒരു ആഹാരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇവരോട് സ്നേഹം തോന്നണം. പിടികിട്ടിയാ? വചന ഉരുക്കം അങ്ങനെ സംഭവിക്കുന്നത്. അമ്മയാണ് അതിൻ്റെ മാതൃക.
ഹൃദയത്തിൽ സംഗ്രഹിച്ചു. Why can't you speak English? Didn't go to English medium. Oh. No time to learn. No one to practice with. So, under the right circumstances, you would have practiced, right? Yeah. Try Civi. With a personal AI teacher and fun lessons, this is the best opportunity for you to improve your English comfortably. Start now. What about you? Got any more excuses? If you want to master English the affordable way, get Civi Pro right now. Wow. Now. Now. Wow. Now. Nahi samjhe? JioMart Wow and Now sale. 21st to 26th Jan. Great savings on groceries delivered quick. Download the app now. ആരെക്കുറിച്ച് ധ്യാനിച്ചു. അതാണ് വിഷയം. വീട്ടിൽ ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നിങ്ങളാരാണ്? മാതൃക ആരാണ്? നമുക്ക് അമ്മയാണ്. എന്താ കാര്യം? നമുക്കതെല്ലാം ദൈവസ്നേഹത്തോടെ എടുക്കുകയും കർത്താവ് നമ്മളെന്താ പറഞ്ഞത്? അതായത് 10 മാർക്ക് ഒറ്റടിക്ക് കിട്ടുന്ന ഈസി ചോദ്യം കർത്താവ് പറഞ്ഞു. ഇപ്പം ചില സമയത്ത് പണ്ട് ഫീൽഡ് വർക്ക് എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ഫീൽഡ് വർക്ക് ഞാൻ മറന്നുപോയി. പക്ഷേ എനിക്ക് ഫീൽഡ് വർക്കിന് ജോമെട്രി നല്ല മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ ഓൾജിബ്ര എനിക്ക് വലിയ പാടാണ്. അത് ഞാൻ കവർ ചെയ്യണത് ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. അതിന് പെട്ടെന്ന് മാർക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ എനിക്കൊക്കെ ദൈവമേ അതിന് കുറച്ച് മാർക്ക് കിട്ടിയിട്ട് നമ്മൾ മാത്സ് ജയിച്ചാലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യും. അതെനിക്ക് ഈസിയാണ്, സിമ്പിളാണ്. ഇതുപോലെ കൂടുതൽ മാർക്ക് സിമ്പിളായിട്ട് കൂടുതൽ മാർക്ക് കിട്ടാൻ പറ്റിയ പരിപാടി എന്താണെന്ന് അറിയാമോ? ഈശോ കുറേ പരിപാടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ദ്രോഹിക്കുന്നവരെ, അത് 20 മാർക്കാണ്. 20 മാർക്കാണ്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുവിൻ. അതാണ് വചന ഉരുക്കം. അങ്ങനെ ആശീർവദിക്കണമെങ്കിൽ നമ്മൾക്ക് അവർ കാണിച്ചിരിക്കുന്ന കാട്ടായം കാരണം നമുക്ക് അവരെ ആശീർവദിക്കാൻ പറ്റുമോ? നെവർ, ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം നാത്തൂനായാലും അമ്മയായാലും മരുമകളായാലും അമ്മായിയമ്മയായാലും നമ്മൾ കാണിച്ചിരിക്കുന്ന കാട്ടായം ഓർത്താണെങ്കിൽ നമ്മളെ പാറ എടുത്ത് അവിടെ തലക്കിട്ടടിക്കും. പക്ഷെ നമ്മൾ സ്നേഹിക്കും. എന്താ കാര്യം? നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്താലാണ് അവരെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കാൻ നല്ല മാർക്കുണ്ട്, നല്ല മാർക്കുണ്ട്. ഇങ്ങനെ എന്താ പ്രശ്നം? വചനം ഉരുക്കമെന്ന് പറയുമ്പോൾ ഒരു വചനത്തിന് കർത്താവ് മെൽട്ട് ചെയ്ത് നിനക്കത് അനുഭവമാക്കി തരുന്നതിന് ദൈവം എടുക്കുന്ന അളവ് കോര് നിൻ്റെ ദൈവസ്നേഹമാണ്. ഇപ്പോൾ ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തോടും മനുഷ്യനോടും പൊരിഞ്ഞ സ്നേഹമായിരിക്കും. പൊരിഞ്ഞ സ്നേഹം അല്ലെങ്കിൽ ആക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാകും. എപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും ദൈവം. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്ന ആൾക്കാരാണ്. കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. മിറലെന്ന് പറഞ്ഞൊരു പോലെ സാക്ഷ്യം പറഞ്ഞാണ്. ഞാൻ കാശ്രീം വെച്ചുകൊണ്ട് അമ്മയോട് കുറേ വർത്തമാനം പറയുമെന്ന്. നിങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താണെന്ന് എനിക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ ദൈവത്തിനൊരു കൊതിയുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഓരോ വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് പറഞ്ഞ് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, റോമായി 8:32 വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 8:32 വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് യേശുക്രിസ്തു വായിച്ചത് ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ, ഒന്ന് പറഞ്ഞ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഭജന ഉരുക്കം എന്താ പറയുക? ഭജന ഉരുക്കത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞാൽ എന്താണ്? സി ജോസഫ്, ഇതാണ് അപ്പയുടെ ഒരു മാനസികാവസ്ഥ. നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു. എന്താ കാര്യം? അപ്പ എന്ത് ചെയ്യണമെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്തുള്ളൂ. അതാണ് വിഷയം. അതാണ് ഭജന ഒരുങ്ങിയത്. അപ്പ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും യേശുക്രിസ്തുവിൻ്റെ കൂടെ ചെയ്യത്ത്. യേശുക്രിസ്തു മാറ്റിക്കൊണ്ട് ഒരു ഉരുക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി വേണം ഈ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കാൻ, ഉടമ്പടി ജീവിക്കാൻ. കാര്യം എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോട് കൂടെ സമസ്തവും. നമ്മളെ സമസ്തത്തിന് വേണ്ട വീട്, ജോലി, വിവാഹം, ജപ്തി നടപടി, പട്ടയം കെട്ടുക, ഭൂമി തരം മാറ്റുക, എന്തെല്ലാം കാര്യമാണ് നമ്മൾ ഉടമ്പടി വെച്ചേക്കുന്നത്. ഇതെല്ലാം സമസ്തവുമാണ്. ഈ സമസ്തത്തിനൊന്നും ദൈവം എതിരല്ല.
പക്ഷേ ദൈവം പറയും സമസ്തവും നിനക്ക് തരാം, പക്ഷേ ഒരു കണ്ടീഷൻ. എന്താണ് കാര്യം? നീ യേശുക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. അത് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിട്ടാണ് അതിൻ്റെ കൂടെ മാത്രമേ ഞാനാണ് തരണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കൂടാതെ ഒന്നും തരത്തില്ലെന്ന് പറയും. അപ്പോൾ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? നമ്മൾ ആദ്യം യേശുക്രിസ്തുവിനെ വാങ്ങിക്കും. യേശുക്രിസ്തുവിനെ വാങ്ങിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ആദ്യം യേശുക്രിസ്തു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ചേർത്ത് നൽകും. അതാണ് വിഷയം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീടില്ല, ഞാൻ ഉടമ്പടി 6 പുതുക്കി 10 പുതുക്കി എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. മറിച്ച് ഇതിലൂടെ യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താൽ വളർന്നുകൊണ്ട് ലോകത്തിന് നിനക്ക് യേശുക്രിസ്തുവിനുള്ള സ്നേഹത്താലാണോ നീ യേശുക്രിസ്തുവിനെ ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്, അത് അവൻ പറയണ പോലെ ചെയ്തത്, അനുദപിച്ചാലും ആത്മാഭിഷേകം പ്രാപിച്ചാലും അതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിലൂടെയാണെന്ന് ഉറപ്പുവരുത്താതെ ഉടമ്പടി ബ്രേക്ക് ആകത്തില്ല, ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിന്റെ കൂടെ സമസ്തവും നേടാൻ ഉടമ്പടി എന്ന ദൈവിക പദ്ധതി കൃപാസനം പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിന് പറയുന്നു. ദൈവമേ, ഉടമ്പടിക്ക് പറ്റിയ പങ്കാളിയായി മാറുന്നതിനായി ദൈവസ്നേഹത്താൽ നിറഞ്ഞ അനുതാപത്തിലേക്ക് അതുപോലെ മനുഷ്യോചിതമായ പ്രവർത്തനങ്ങളിലേക്ക് അതുപോലെ തന്നെ കർത്താവിനെ കൈമാറുന്ന പ്രേക്ഷിത വരയിലേക്ക് സ്വർഗത്തിന്റെ ഉപകരണമായി യേശുക്രിസ്തുവിൽ പരിശുദ്ധ മാധ്യസ്ഥനെ എന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഉടമ്പടിയുടെ പങ്കാളിയായി ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ऐसा कभी हुआ है कि एकदम मस्त अपॉर्चुनिटी देखी पर तभी फंड्स नहीं थे? हाँ, होता है। पर ये प्रॉब्लम ग्रो पे तो नहीं है, क्योंकि ग्रो पे है मार्जिन ट्रेडिंग फैसिलिटी यानी MTF। MTF से आप अपने अवेलेबल फंड्स का 4 गुना तक स्टॉक्स ट्रेड कर सकते हो। फंड्स कम हो तो भी अपॉर्चुनिटी नहीं निकलेगी, और ये पोजीशन आप जब तक चाहो तब तक होल्ड भी कर सकते हो। तो आज ही इंस्टेंटली MTF एक्टिवेट करो, वो भी एक क्लिक में। डाउनलोड ग्रो। Investment in securities market are subject to market risks. Read all the related documents carefully before investing. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിനെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗമാണ് സൂക്ഷിച്ചു നോക്കി എന്നുള്ളത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. കർത്താവേ, നിന്നെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കാൻ, നീ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കാൻ, ശ്രദ്ധയോടെ നോക്കാൻ, സ്നേഹത്തോടെ നോക്കാൻ, ഞങ്ങൾ കണ്ടത്, കൈകൊണ്ട് സ്പർശിച്ചത് സാക്ഷ്യം വഹിക്കാനാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ നോക്കിയാൽ മതിയായിരിക്കും. കർത്താവിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുന്നത്, നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേൾക്കേണ്ടത്,
കൈകൊണ്ട് സ്പർശിച്ചത് ജീവന്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ നിമിഷവും നമ്മൾ ഉടമ്പടി പരിചരണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കർത്താവിനെ കണ്ണുകൊണ്ട് കാണാൻ, ചെവി കൊണ്ട് കേൾക്കാൻ, കൈകൊണ്ട് സ്പർശിക്കാൻ അദമ്യമായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം സാക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. നീ ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസ്ലിമാണോ, മറ്റ് ജാതിയിലുള്ളവരാണെന്നൊന്നും കർത്താവിന് പ്രശ്നമല്ല. കർത്താവ് നോക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നീ സാക്ഷിയാണോ? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവ മനുഷ്യരാശിയോട് കാണിച്ച സ്നേഹത്തിൻ്റെ സാക്ഷിയാണോ നീ? പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളെ അങ്ങയുടെ സാക്ഷിയായി ഉയർത്തണമേ, വളർത്തണമേ. ഓ ദിവ്യകാരുണ്യമേ, ആരാധനയുടെ നിമിഷങ്ങളിലെ ഞങ്ങളിൽ അഭിഷേകമായിക്കൊണ്ട് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി, ഉത്തരവാദിത്വമുള്ള സുവിശേഷ പ്രവർത്തകരായി, ഉടമ്പടിയുടെ പ്രയോക്താക്കളായി, മറിയത്തിന്റെ കൂട്ടുവേലക്കാരായി ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. മർക്കോസ് 8:25. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. ₹9 ഇംഗ്ലീഷ് പഠിപ്പിക്കുമെന്നോ? എന്ത് ഉടായ്പാണ്. പക്ഷേ 4.7 റേറ്റിംഗ് വിത്ത് 90,000 റിവ്യൂസ്. ഫേക്ക് ആവാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാനും വിചാരിച്ചു സൂപ്പർനോവ AI ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ജസ്റ്റ് ₹9 ആൻഡ് ഓണസ്റ്റ്ലി ഐ വാസ് സർപ്രൈസ്ഡ്. ഇവിടുത്തെ ലേണിംഗ് അത്രയ്ക്ക് എഫക്റ്റീവ് ആണ്. ദിവസവും വെറും 10 to 15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ മതി ഇംഗ്ലീഷ് പഠിക്കാൻ. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു 24/7 AI ടീച്ചറിനോട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. അവർ നിങ്ങളെ മലയാളത്തിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ നിങ്ങൾ വെറുതെ റാൻഡം കോൺവെർസേഷൻസ് നടത്തുകയല്ല, നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് സ്വന്തമായി ഗോൾസ് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്പെസിഫിക് നീഡ്സിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കാം. അത് ജോബ് ഇന്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനായാലും മാനേജറിനെ ഇംപ്രസ് ചെയ്ത് പ്രൊമോഷൻ നേടാനായാലും. കൂടാതെ ഇതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആയിരക്കണക്കിന് സയന്റിഫിക്കലി സ്ട്രക്ചേർഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നിങ്ങളെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ കോൺഫിഡന്റ്ലി ഇംഗ്ലീഷ് സംസാരിക്കാൻ ട്രെയിൻ ചെയ്യിപ്പിക്കും. അപ്പോൾ അതെ, വെറും ₹9 നിങ്ങൾക്ക് ആക്ച്വലി ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് പോയി ഇപ്പൊ തന്നെ സൂപ്പർനോവ AI ഡൗൺലോഡ് ചെയ്യൂ.
അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പം കർത്താവിനെ കാണുന്നതും സൂക്ഷിച്ചു നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വെറുതെ നോക്കിയാൽ കർത്താവിനെ കാണുന്ന നിർബന്ധമില്ല. നമ്മൾ സീരിയസ് ആണെന്ന് നോക്കണം. ഒരു സീരിയസ് ലുക്ക്. ഉടമ്പടി നമുക്ക് വെറുതെ ഒരു ഉടമ്പടി എടുക്കാം, പക്ഷേ സൂക്ഷിച്ച് നമുക്ക് ഉടമ്പടി എടുക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിന് തോന്നണം നിങ്ങൾ സൂക്ഷിച്ചാണ് ഉടമ്പടി എടുക്കണമെന്ന്. സൂക്ഷിച്ച് ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹത്തിൽ നിങ്ങൾ വളരുന്നുണ്ടോ നിങ്ങൾ സൂക്ഷിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങളുടെ ജീവിതത്തിലെ അങ്ങയെ സൂക്ഷിച്ചു നോക്കി കാഴ്ച പ്രാപിക്കുവാൻ കാഴ്ച പ്രാപിച്ചത് മറ്റുള്ളവർക്ക് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് ജീവന്റെ വചനത്തെക്കുറിച്ച് സാക്ഷിയാകാൻ വേണ്ടി അങ്ങയെ സൂക്ഷിച്ചു നോക്കാൻ വേണ്ടി നോക്കിക്കൊണ്ട് സാക്ഷികളാകാൻ ഞങ്ങളെ പ്രത്യേക അഭിഷേകം ചെയ്യണം. ദൈവം ചെയ്യാൻ പോകുന്നു. സമ്മതിക്കാത്ത ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഉടമ്പടിയില് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളുടെ മേൽ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞ് നിന്റെ ഇടപെടലുകള് സുവിശേഷ സാക്ഷ്യമായി ലോകത്തിന് കൈമാറാൻ ആവശ്യമായ കൃപയാൽ ഞങ്ങളെ നയിക്കണമേ. ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും സാക്ഷിയാകാൻ അതുവഴി അങ്ങയെ ഏറ്റുപറയുവാനും വിശേഷത്തിന്റെ ഉപകരണമായി മാറ്റണമേ. മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ മക്കളില്ലാത്തവർക്കും കല്യാണം ഒത്തുവരാത്തവർക്കും കല്യാണം ഒത്തത് കല്യാണം കഴിച്ചവർ തന്നെ പിരിഞ്ഞ് താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞാൻ ചിന്തിക്കാതെ ആലോചിക്കാതെ ഇപ്പോൾ ആത്മാവിൽ ഓർത്തിരിക്കാൻ. അപ്പോൾ ആ 3 കാര്യങ്ങൾക്ക് ഇപ്പോൾ സമാധാനം ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും വിശ്വസിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെ യുവതികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ സമർപ്പിക്കുന്ന അമ്മേ പരിശുദ്ധ അമ്മേ അവരുടെ മേലെല്ലാം 41 ദിവസത്തിനുള്ളിൽ അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടുപിടിക്കാൻ ഉടമ്പടിയുടെ സാക്ഷ്യപേടകത്തില് ഞങ്ങൾ എഴുതിയിട്ടിരിക്കുന്ന വിഷയത്തിൽ
വിഷയത്തിന്റെ മേലെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിലെ തീരുമാനം ഉണ്ടാകാൻ ഞങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനകള് ഇപ്പോൾ അങ്ങനെയുള്ള സങ്കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹത്തില് പിരിഞ്ഞു കഴിയുന്നവരെ, കേസിലായി പോയവരെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മേ, പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അടയാളമായി 74 ദിവസത്തിനുള്ളിൽ ഐക്യപ്പെട്ടു വരാൻ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ മക്കളെ കാണുമ്പോഴേ, കുഞ്ഞുങ്ങളെ കാണുമ്പോഴേ വേദനിക്കുന്നവരും കണ്ണീരിടുന്നവരും ഈ ഒരു അവസ്ഥയില് പോകാൻ കുഞ്ഞുങ്ങൾ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ. എന്തു പറ്റി? ഇത് ബേൺഡ് ടങ് ആണ്, ബേണിംഗ് ടങ് അല്ല. ബേണിംഗ് ടങ് ഒരു ഡിസീസ് ആണ്. ബേൺഡ് ടങ് എന്നാൽ നാവ് പൊള്ളി എന്നാണ് അർത്ഥം. എനിക്ക് ഇംഗ്ലീഷ് അധികം അറിയില്ല. AI ടീച്ചേഴ്സിനെ ഒന്നും ട്രൈ ചെയ്തില്ലേ? അതിനൊക്കെ നല്ല ചെലവാകില്ലേ? ഒട്ടുമല്ല. എല്ലാത്തിനേക്കാളും 7 മടങ്ങ് ചീപ്പ് ആയതുകൊണ്ടാണ് 50 ലക്ഷത്തിലധികം പേർ ഇന്ന് MyCVയിൽ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ടൈം കിട്ടാറില്ല. ദിവസവും 10 മുതൽ 20 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്താൽ മതി കോൺഫിഡന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാം. എങ്ങനെയാ ജോയിൻ ചെയ്യേണ്ടത്? ഇൻസ്റ്റാൾ ബട്ടൺ ടാപ്പ് ചെയ്യൂ, സൈൻ അപ്പ് ചെയ്ത് പ്രാക്ടീസ് തുടങ്ങും. വെറും 15 ദിവസത്തിൽ തന്നെ ഇംപ്രൂവ്മെന്റ് കാണാം. സ്റ്റാർട്ട് നൗ. मेहनत आपने की पर सही समय अब तक नहीं आया। AI एस्ट्रोलॉजर आपकी डेट ऑफ बर्थ से कुंडली, दशा और ग्रह गोचर को एनालाइज करता है और बताता है कि 2026 में मौका मिलेगा या इंतजार करना पड़ेगा। अंदाजा नहीं, सच जानिए। अभी एस्ट्रोसेज AI के AI ज्योतिषी से फ्री चैट में बात कीजिए। ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാദാവരേണമേ, എന്നിൽ നിറയണമേ, നാദാവരേണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, അകലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവരെ, നാട്ടിൽ ജോലി തേടുന്നവരെ, സാമ്പത്തിക ബാധ്യതകളിൽ ജീവിക്കാനുള്ള മാർഗം പോലും പണയത്തിലായിരിക്കുന്നവരെ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്തവർ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും വീഴ്ചകൾ എല്ലാം അമ്മയുടെ സ്നേഹത്തിൽ, ഈശോയുടെ രക്തത്തിൽ കഴുകി മാറ്റിക്കൊണ്ട് എല്ലാം ഞാനൊരു പുതിയ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറഞ്ഞ പോലെ പഴയതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഈ ആരാധന ശക്തിയാൽ മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യപ്പെടുവാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. മഹത്വം, ആരാധന.